നിങ്ങളുടെ ഇഷ്ട പരമ്പരകൾ എക്സ്ക്ലൂസീവായി സൺ നെക്സ്റ്റ് ആപ്പിലൂടെ തികച്ചും ഫ്രീ ആയി. ഇപ്പോഴേ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. എനിക്കിത് വേണ്ട കേട്ടോ, എനിക്ക് പേടിയാ. പവിത്രന്റെ അച്ഛൻ വിഗ്രഹം മോഷ്ടിച്ച പോലെ ഈ മാലയെ മോഷ്ടിച്ചാണെങ്കിൽ പോലീസ് എന്നെയും കൊണ്ടുപോയില്ലേ? അതല്ലേ ഞാൻ ആരെയും കാണിക്കരുതെന്ന് പറഞ്ഞത്. സൂക്ഷിച്ചു വെക്കണം. മാസം തോറും ശ്രേയക്കുട്ടിക്ക് ഞാൻ മണി ഓർഡർ അയക്കാം കേട്ടോ. അയ്യോ, സമയം ഒത്തിരിയായി. സുമംഗലേച്ചി ഇവിടെ കാത്തുനിന്ന് ക്ഷമ കെട്ട് കാണും. ഞാൻ പോട്ടെ. മാല സൂക്ഷിക്കണേ, നല്ല വിലയുള്ള മാലയാ. ഞാനങ്ങ് പേടിച്ചു. ഞാനല്ലെങ്കിൽ പിന്നെ ആരാന്ന് വിചാരിച്ചേ? ഇതേ സർപ്പക്കാവ. നല്ല ചിന്തയുള്ളവര് മാത്രമേ ഇവിടെ നിൽക്കാവൂ. അല്ലെങ്കിൽ നാഗത്താന്മാര് കോപിക്കും. എന്റെ ശ്രേയക്കുട്ടി കോപിക്കാതിരുന്നാ മതി. എനിക്കാരെയും പേടിയില്ല. സർപ്പങ്ങളെയും പേടിയില്ലേ? ഞാൻ എന്തിനാ പേടിക്കുന്നത്? എന്തായി കാണിക്കുന്നേ? സർപ്പങ്ങളോടാണോ കുട്ടികളെ? ഓ, ഈ സർപ്പക്കാവിന്റെ തണലിലല്ലേ നമ്മുടെ കുട്ടിക്കാലം. കളിവീട് വെച്ചതും മണ്ണപ്പം ചുട്ടതും മരച്ചീനയുടെ ഇലത്തണ്ട് വെട്ടി മാലയാക്കി നമ്മള് കല്യാണം കഴിച്ച് കളിച്ചതും. അപ്പൊ ഒന്നും മറന്നിട്ടില്ല. മറക്കാൻ ഞാൻ മരിക്കണം. ഞാൻ മരിച്ചാലും പോരെ? അനാവശ്യം പറഞ്ഞ ഒരെണ്ണം വെച്ചെറിഞ്ഞ. മരിച്ചാലും ഇവിടുന്ന് ഞാൻ പോവില്ല. എവിടെ പോയാലും കൂടെ ഞാനും വരും. എങ്ങനെ, പ്രേതായിട്ടോ? അതിന് പേടിയില്ലെന്നല്ലേ പറഞ്ഞേ? അപ്പോ ഞാൻ പ്രേതമായിട്ട് വന്നാലും പേടിക്കണ്ട. ഞാൻ ഉപദ്രവിക്കില്ല. ഞാൻ ഉപദ്രവിക്കും.
നിങ്ങൾ എന്നെ കൊന്നുവല്ലേ? ഇല്ല, വളർച്ച പോലും ആവാത്ത എന്റെ കുഞ്ഞിനെ കൊന്നു. ഇല്ല, ഞാൻ കൊന്നിട്ടില്ല. ഇല്ലേ? കൊന്നില്ലേ? ഇല്ല, ഞാൻ കൊന്നില്ല. നിങ്ങളെ ഞാൻ ദൂരെ പോ. അയ്യോ, പവിയേട്ടാ, പവിയേട്ടാ, എന്താ ഈ കാണിക്കുന്നത്? എന്താന്ന് പറ പവിയേട്ടാ. ശ്വാസം കിട്ടുന്നില്ലേ? നീക്കാരും കാണണ്ട. പവിയേട്ടാ, 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 വിട്. എന്തൊക്കെയാ പറയുന്നേ? ഇത് ഞാനാ ഗിരിജ. ഞാനിത് എവിടെ പോവാനാ? പവിയേട്ടാ, പവിയേട്ടന് എന്താ പറ്റിയേ? ശ്വാസം മുട്ടുന്നോ? പവിയേട്ടാ, ഞാൻ കുറച്ച് വെള്ളം എടുത്തിട്ട് വരാം. പവിയേട്ടാ, പവിയേട്ടാ, വാ, വെള്ളം കുടിക്ക്. എഴുന്നേക്ക്, പതുക്കെ. ദാ, വെള്ളം കുടിക്ക്. ദാ, കുടിക്ക്. അച്ഛാ, അച്ഛാ, പവിയേട്ടാ, അച്ഛൻ എന്താ പറ്റിയത്? എന്നോട് ദൂരെ പോവാൻ പറയുന്നത് എന്തിനാ? കുറച്ചു മുമ്പ് എന്നോടും ദൂരെ പോന്ന് പറഞ്ഞു. ഇപ്പൊ നിന്നോടായി. എന്തോ കുഴപ്പമുണ്ട്. ചോദിച്ചപ്പോ ശ്വാസം മുട്ടുന്നു പറഞ്ഞു. പക്ഷേ ഇതുവരെ ഇങ്ങനെ ശ്വാസം മുട്ടലൊന്നും ഉണ്ടായിരുന്നില്ലല്ലോ. എന്താ പറ്റിയേ? ശ്വാസം മുട്ടുന്നു. നീ വേഗം ഡോക്ടറെ വിളിക്ക്. ഏതെങ്കിലും ഹോസ്പിറ്റലിൽ കൊണ്ടുപോവാ. എല്ലാത്തിനും കാരണം ഞാനാ. വെള്ളം എടുക്കുന്ന വെള്ളം കുടിക്കേ. എന്താ അച്ഛാ?